വയനാട് ദുരന്തബാധയുടെ രണ്ടാം വാർഷികമാണ് ഇത്. മന്ത്രിമാരടക്കം ഹൃദയഭൂമിയിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇന്ന് രാവിലെ സർവ്വമത പ്രാർത്ഥനയടക്കമുള്ളവ ഉണ്ടായിരുന്നു. നമുക്ക് മന്ത്രി അനിൽകുമാറിനെ അവിടെ കാണാം. ടി സിദ്ദിഖ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. എല്ലാവരും അവിടെ പുഷ്പാർച്ചന അർപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടവരുടെ 2 വർഷം മുമ്പാണ് ഹൃദയഭേദകമായ ദുരന്തം വയനാട്ടിലുണ്ടായത്. കേരളത്തിന്റെ മനസ്സ് പിടിച്ചുലച്ച ദുരന്ത ദിനത്തിന്റെ ഓർമ്മയാണ് ഇന്ന്. ആ ഓർമ്മകളിലൂടെ, നടുക്കുന്ന ആ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഈ ദിവസത്തിൽ കടന്നു പോകുന്നത്. അതിനുശേഷം ശരിയാണ്, വലിയ അതിജീവനത്തിന്റെ വലിയ പോരാട്ടം കാഴ്ചവെച്ച ജനതയാണ് നമ്മൾ. പക്ഷെ അപ്പോഴും നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദന എല്ലാ കാലത്തും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അവിടേക്ക് ഓരോരുത്തരായി എത്തുകയാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കൈകൊപ്പി നിൽക്കുകയാണ്. രാവിലെയൊക്കെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. ആ ഓർമ്മ ദിവസത്തിൽ അവരുടെയൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും അലമുറയിട്ട് കഴിയുന്നവരെ, വിങ്ങിപ്പൊട്ടുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത്രയും ദിവസം ഒപ്പമുണ്ടായിരുന്നവർ, ഒന്നിച്ച് ജീവിച്ചവർ, എല്ലാമായിരുന്നവർ, കുഞ്ഞുങ്ങൾ ഒക്കെയാണ് ഒരൊറ്റ രാത്രിയിൽ, ഒരൊറ്റ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതെ പോയത്. സഹിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ തന്നെയാണ് കടന്നുപോയത്. ഓർമ്മയിൽ വീണ്ടും വേദനിക്കുകയാണ് വയനാട്. അകാലത്തിൽ നമ്മൾ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ദിവസം വയനാട്ടിലെ ദുരന്തബാധിതർക്കും അവരുടെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലും ഒക്കെ തന്നെയാണ് എല്ലാവരും. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള വിവിധ മനുഷ്യർ അവിടേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് ഓരോ സമയത്ത് എത്തിക്കുകയും ചെയ്യും.